ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചിട്ടൊരു ഞണ്ട് കറി കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി വറുത്തെടുത്തിട്ടോ. വറുത്തെടുത്തതിന് ശേഷം ഞാൻ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ തേങ്ങയൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റോട്ട് മാറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. പിന്നെ ഞണ്ട് കറിയിൽ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മുരിങ്ങക്കായും, ഇഞ്ചി, ചെറിയ ഉള്ളി, 3 പച്ചമുളകും 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായ ഇട്ട് വെച്ചാൽ നല്ല രുചിയാണ്. അപ്പോൾ അത് കാരണം മുരിങ്ങക്കായ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഞണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട്. അപ്പം ഞണ്ടൊക്കെ പകുതി വേവായപ്പോൾ ഞാൻ തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും മുരിങ്ങക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തു. പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച്. അപ്പം മുരിങ്ങക്കായും ഞണ്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി വറുത്തരച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങ വറുത്തരച്ച് വെച്ച് നല്ല രുചി കേട്ടോ ഞണ്ട് കറി. ചിലവർക്ക് ഞണ്ട് നേരാക്കാൻ അറിയില്ല, ചിലവർ ഞണ്ട് കൂട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കുക, അടിപൊളിയാണ് തേങ്ങ വറുത്തരച്ചൊക്കെ വെച്ചാലിട്ടാ. അപ്പോൾ തേങ്ങ ഒക്കെ വറുത്തരച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ചാൽ നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. ഒന്ന് തിളച്ചെടുത്താൽ മതി. ഞണ്ടൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ ചെറിയുള്ളി അരിഞ്ഞതും ഇട്ട് കൊടുത്തു. തീ കൂടിയ കാരണം ആ തീ പാളിട്ടോ. തീയൊക്കെ ഒന്ന് കുറച്ച് വെക്കുക. അപ്പോൾ കറിവേപ്പില എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം കറിവേപ്പില ഇട്ടിട്ടില്ല. നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പില ഇടണേ. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കറിയിലേക്ക് അതിൽ ഒഴിച്ച് കൊടുക്കുക. നല്ല രുചി കേട്ടോ ഇത് തേങ്ങ വറുത്തരച്ച് വെച്ചാൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞണ്ട് കൂട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചിട്ട് കൂട്ടി നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇൻഷാ അല്ലാഹ്.